ഒരാള് പള്ളിയിൽ വന്നിട്ട് ഇരുന്നിട്ട് കരഞ്ഞോണ്ടാലോ രാത്രി ഇരുന്നിട്ട് നല്ലോണം കരയെന്ന് കാണുമ്പോൾ ഉസ്താദിന് ബേജാറായി. ഉസ്താദ് അയാൾ വിളിച്ചിട്ട് കേട്ടി എന്താ കരയെന്ന്. ഇഷായിട്ട് എല്ലാവരും പള്ളി ബന്ധാക്കാനായി ഈ മനസ്സോ പോയോണ്ടെങ്കിൽ ഇരുന്നിട്ട് കരഞ്ഞോണ്ടേണ്ട് പള്ളിയിൽ. അപ്പൊ അയാൾ ചെല്ലാലെ യാ ഉസ്താദ് നാളെ സുബൈക്കാകുമ്പോ ഇത്ര ഉറുപ്പ്യ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സുസൈഡ് ആക്കേണ്ട പരിസ്ഥിതി. അള്ളാഹ് കേക്ക എന്തെങ്കിലും ഒരു ബൈ അള്ളാഹു തുറക്കുന്നു ഉറപ്പുള്ളതിനോണ്ട് ഞാൻ പള്ളിയിൽ ഇരുന്നിട്ട് വിളി കൊടുത്തോണ്ട് അള്ളാഹുവിന് ബൈ തുറക്കുന്നു. ഉസ്താദിന് ബേജാറായി. ഉസ്താദ് നാലാൾക്ക് ഫോണെല്ലാക്കിട്ട് അഡ്ജസ്റ്റ് എല്ലാക്കിയിട്ട് പൈസ ഭർത്തിയാക്കിട്ട് കൊടുത്തു. മോൻ ആത്മഹത്യ ആക്കിയിട്ടുണ്ടാണ്. ഇപ്പൊ അങ്ങനല്ലേ പാലക്കറി എന്ത് ഒട്രാസി ചില്ലറ വിഷയത്തിലെല്ലാം ഓൺലൈനിൽ കളിച്ചിട്ട് തോറ്റനി ആത്മഹത്യാക്കുന്നത്. ഒരു പെണ്ണ് 2 കൊല്ലം സ്നേഹിച്ചിട്ട് മംഗലാവായിട്ട് ഓക്ക് വേറെ ആളെ കിട്ടിയിട്ട് അമ്മയോ ആത്മഹത്യാക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു ആണ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യാക്കുന്നത്. 10 ലക്ഷം രൂപ കടായനെ സൂസൈഡ് ആക്കുന്നു. ഇതെല്ലാം നോർമൽ കൊതുവിനെ കൊല്ലുന്ന പോലത്തെ വിഷയിപ്പ ആത്മഹത്യ എന്നെല്ലാം പറഞ്ഞെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെല്ലു ആത്മഹത്യാക്കിയതിന്റെ കാരണം കേട്ടപ്പോ ചൊല്ലി തിരികളെ കിരികിരി സഹിക്കാൻ കഴിയാതെ ആത്മഹത്യാക്കിനാൻ. ഞാൻ പറഞ്ഞു ഓ എന്ത് വെടുഗൂസ്, ഓളെ ഒരുത്തിന്റെ കിരികിരിക്ക് വേണ്ടിട്ട് ഓന്റെ ജീവങ്ങളെയാണ്. ദുനിയാവിലും മോശം ആഖിറത്തിലും മോശമാണ്. ഏതോട്ട് ഉസ്താദിന് ബേജാറായി. ഉസ്താദ് പൈസ എല്ലാക്കി കൊടുത്തു. അയാൾ ചൊല്ലി യാ ഉസ്താദ് എന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു, ഞാൻ നിങ്ങളെ മറക്കല. ഞാൻ ഇൻഷാല്ല ഇത്ര നാത്തിനുള്ളിനെ നിങ്ങൾക്ക് കൊടുത്തിട്ട് തരും. ഇൻഷാല്ല ഞാൻ പൈസക്കാരനായ നിങ്ങളെ ഒരിക്കലും മറക്കല. പോയ അഡ്രസ് തിരിച്ചു വന്നിട്ടില്ല പയ്യൊക്കെ ഇങ്ങോട്ട്. ആത്മഹത്യ അയാൾ ചെന്നു ആത്മഹത്യ ആക്കി ഇങ്ങോട്ട് ഞാൻ ആത്മഹത്യ ആക്കുന്ന അവസ്ഥക്ക് എത്തി. എങ്ങനെ ഇയാൾ ഓന് സൂസൈഡ് ആക്കിയിട്ടുണ്ടായിട്ട് എല്ലാവർക്കും ഫോൺ ആക്കിയിട്ട് മേങ്ങിട്ട് കൊടുത്തിന് എങ്ങനെ ചെയ്ക്കട്ട് പോയിട്ട് ഇങ്ങനത്തെ അല്ല പരിസ്ഥിതി. കളവ് ചെന്നാള് ഉസ്താദോടും ചെന്ന് തങ്ങളോടും ചെന്ന് ആരോടും ചെല്ലാത്ത ആൾ ആരോടും ചെല്ലേല.